ഹായ് ഫ്രണ്ട്സ്, PSC അപ്ഡേറ്റിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞു കാണും, LDC 14 ജില്ലകളുടെയും പ്രൊഫൈൽ മെസ്സേജ് വന്നു കഴിഞ്ഞു. ഇപ്പം നമ്മൾ LDC കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിനെ കുറിച്ച് നിയമന ശുപാർശയെക്കുറിച്ച് ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് LDC റാങ്ക് ലിസ്റ്റ് തീരാൻ 6 മാസം, നിയമന ശുപാർശ 39% മാത്രം. നമുക്കറിയാം, എല്ലാ വർഷവും ഓരോ റാങ്ക് ലിസ്റ്റ് കഴിയും തോറും നിയമന ശുപാർശ കുറഞ്ഞു വരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റിലെന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി മൂലം പുതിയ തസ്തികകൾ രൂപീകരിക്കാത്തൊരവസ്ഥയും നേരിടുന്നുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു ന്യൂസ് അടുത്ത റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിച്ചിരിക്കുന്ന എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഏത് റാങ്ക് വരെയൊക്കെ ഒരുവിധം ജോലി കിട്ടാം, ഇനി അടുത്ത റാങ്ക് ലിസ്റ്റിൽ ഇപ്പം കിട്ടി അത്രയും റാങ്ക് വരെ പോകുമോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മേടിക്കണം. കാരണം അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട് എന്ന് കരുതി നിങ്ങളുള്ള ജോലി കളയാതിരിക്കുക, അല്ലെങ്കിൽ പഠനം ഉപേക്ഷിക്കാതിരിക്കുക, അതൊന്നും ചെയ്യാതിരിക്കുക. നിങ്ങളുടെ കയ്യിൽ അഡ്വൈസ് കിട്ടുന്നത് വരെയും നിങ്ങൾ സേഫ് അല്ല. അതുകൊണ്ട് LDCയെ കുറിച്ചിട്ട് നിങ്ങൾ ഈ ഒരു ന്യൂസ് ഒന്ന് കേൾക്കുക. അപ്പോൾ നമുക്ക് ന്യൂസിലേക്ക് കിടക്കാം. വിവിധ വകുപ്പുകളിൽ LD ക്ലർക്ക് റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ 6 മാസത്തിൽ താഴെ മാത്രം ശേഷിക്കെ വിവിധ ജില്ലകളിൽ ഇതുവരെ നടന്നത് 39% നിയമന ശുപാർശ മാത്രം. 2022 ആഗസ്റ്റ് 1 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിന് ഈ വർഷം ജൂലൈ 31 വരെയാണ് കാലാവധി. 14 ജില്ലകളിലായി 23,518 പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉള്ളത്. ഇതിൽ 9,257 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു. ആകെ ശുപാർശയിൽ 1,916 ഒഴിവും NJDയാണ്. യഥാ നിയമനം 7,341 മാത്രം. മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 12,069 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു. ഇതിൽ തിരുവനന്തപുരത്ത് മാത്രമാണ് 1000-ലധികം അഡ്വൈസ് പോയിട്ടുള്ളത്. നിലവിലുള്ളതിൽ 1000-ലധികം പോയത്, അതായത് 1012 പേർക്കാണ് ഇവിടെ ശുപാർശ ലഭിച്ചത്. ഇതിൽ 231 NJDയാണ്. 231 NJD ഒഴിവ് കൂടി വന്നതാണ് ശുപാർശ 1000 കടക്കാൻ ഇടയാക്കിയത്. കഴിഞ്ഞ തവണ 5 ജില്ലകളിൽ 1000-ലധികം പേർക്ക് ശുപാർശ ലഭിച്ചപ്പോൾ ഇത്തവണ ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ 500 പേർക്ക് പോലും നിയമന ശുപാർശ ലഭിച്ചില്ല. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പുതിയ തസ്തിക സൃഷ്ടിക്കുന്നതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണമാണ് നിയമനം കുറയാനുള്ള പ്രധാന കാരണം. പലയിടത്തും നിലവിലുള്ള ഒഴിവുകൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നത്. ജൂലൈ 31-നകം പരമാവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് നിരാശരാകേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിച്ചിരിക്കുന്നവർ എത്രയൊക്കെയാണ്, നിങ്ങളുടെ ഓരോ ജില്ലകളിലും നടന്ന അഡ്വൈസുകൾ, NJDകൾ എത്രയാണ്? കാരണം ഫ്രഷ് ആയിട്ടുള്ള വേക്കൻസികൾ വളരെ കുറവാണ്. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ NJDകൾ വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് വേക്കൻസികൾ മാത്രമേ കിട്ടുകയുള്ളൂ. അന്നേരം ഇതിലും ഒരുപാട് ഒരു 50% നിയമന ശുപാർശ കുറയും. ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി നമുക്ക് ഓരോ ജില്ലയിലെയും എത്രമാത്രം അഡ്വൈസുകൾ പോയി എന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ 1012 പേർക്ക് നിയമന ശുപാർശ മുൻ 1430 പേർക്കായിരുന്നു. കൊല്ലം ജില്ലയിൽ 670, മുൻ ലിസ്റ്റിൽ 827 ആയിരുന്നു. പത്തനംതിട്ടയിൽ 516, കഴിഞ്ഞ വർഷം 576 ആയിരുന്നു. ആലപ്പുഴയിൽ 586, കഴിഞ്ഞ വർഷം 697 ആയിരുന്നു. ഇടുക്കിയിൽ 473, കഴിഞ്ഞ വർഷം 587 ആയിരുന്നു. എറണാകുളം 935, കഴിഞ്ഞ വർഷം 1164 ആയിരുന്നു. തൃശ്ശൂർ 765, കഴിഞ്ഞ വർഷം 1067 ആയിരുന്നു. പാലക്കാട് 717, കഴിഞ്ഞ വർഷം 969 ആയിരുന്നു. മലപ്പുറം 792, കഴിഞ്ഞ വർഷം 1016 ആയിരുന്നു. കോഴിക്കോട് 747, കഴിഞ്ഞ വർഷം 1002 ആയിരുന്നു. വയനാട് 322, കഴിഞ്ഞ വർഷം 358 ആയിരുന്നു. കണ്ണൂർ 791, കഴിഞ്ഞ വർഷം 983 ആയിരുന്നു. കാസർഗോഡ് 308 ആയിരുന്നു. കഴിഞ്ഞ വർഷം 533 ആണ്. എന്ന് വെച്ചാൽ ഈ വർഷം 1916 NJDകളാണ്. ടോട്ടൽ അഡ്വൈസ് പോയത് 9257. കഴിഞ്ഞ വർഷങ്ങളിൽ ഇതിന് തൊട്ട് മുന്നേലത്തെ റാങ്ക് ലിസ്റ്റിൽ 12,069 പേർക്കാണ് പോയത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നിയമന ശുപാർശ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ വർഷം ഇത്രയും നിയമന ശുപാർശ കാണിച്ചത് തന്നെ NJDകൾ മൂലമാണ്. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ NJDകൾ കുറവാണ് എങ്കിൽ നിങ്ങൾക്ക് ഇത്ര പോലും നിയമനം നടക്കില്ല. അതുപോലെ തന്നെ ഈ 3 വർഷത്തിൽ ഇത്രയും ഫ്രഷ് വേക്കൻസികളെ വരുന്നുള്ളൂ നിയമന ശുപാർശ. അന്നേരം അടുത്ത 3 വർഷത്തിൽ ഇതിലും വളരെ കുറവായിരിക്കും നിയമന ശുപാർശകൾ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു 200-300 റാങ്ക് ലിസ്റ്റിനകത്തുള്ളവർ മാത്രം വമിത പ്രതീക്ഷ വെച്ചാൽ മതി. ഒരുപാട് പ്രതീക്ഷ വെച്ച് നിങ്ങൾ നിങ്ങളുടെ ഭാവി കളയരുത്. വീണ്ടും തുടർന്ന് പഠിക്കാൻ അവസരമുള്ളവർ തുടർന്ന് പഠിക്കുക. മറ്റ് ജോലികൾ ചെയ്യുന്നവരാണെങ്കിൽ അതിൽ കണ്ടിന്യൂ ചെയ്ത് പഠനം തുടരുക. അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.